ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ബിജെപി പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലെ മധുരയിൽ ഓട്ടോമോട്ടീവ് മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരെ അഭിസംബോധന ചെയ്യും. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്തരിച്ച ഗസൽ മാന്ത്രികൻ പങ്കജ് ഉധാസിന് അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസ് UP വാരിയേഴ്സിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ബിജെപി കേരള ഘടകത്തിന്റെ പദയാത്രയുടെ സമാപന സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള നിലവാരമുള്ള സാങ്കേതിക വിദ്യകൾ ഉറപ്പുവരുത്തുന്ന 1800 കോടി രൂപയുടെ 3 അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ശ്രീഹരിക്കോട്ടയിലെ PSLV ഇന്റഗ്രേഷൻ സംവിധാനം, മഹേന്ദ്രഗിരി സെമി ക്രയോജനിക് ടെസ്റ്റ് സംവിധാനം, VSSCയിലെ ട്രൈസോണിക് വിൻഡ് ടണൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൌത്യമായ ഗഗൻയാനിന്റെ പുരോഗതിയും പ്രധാനമന്ത്രി ഇന്ന് വിലയിരുത്തും. തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടെ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. നാളെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം ഉച്ചയോടെ മഹാരാഷ്ട്രയിലേക്ക് തിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഉച്ചയോടെ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. മധുരയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ ഓട്ടോമോട്ടീവ് മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം 2 സുപ്രധാന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കമിടും. VO ചിദംബരനാർ തുറമുഖത്തിൽ ഔട്ടർ ഹാർബർ ടെർമിനലിന്റെ ശിലാസ്ഥാപനം, ഗ്രീൻ ഹൈഡ്രജൻ ഹബ് ഉദ്ഘാടനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകുന്നേരം മഹാരാഷ്ട്രയിലെ യവത്മാൽ ജില്ല സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 4,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതി ആനുകൂല്യങ്ങളും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്നു രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലോ ഇട റോഡുകളിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ചു. വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. ഇന്നും നാളെയും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണിവരെ ഡ്രോൺ പറത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് അറിയിച്ചു. പടിഞ്ഞാറൻ മേഖലയിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് ഇന്ത്യ ഇപ്പോൾ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉറിയും ബലാക്കോട്ടും ഇതിന് ഉദാഹരണമാണ്. തീവ്രവാദത്തെ ചെറുക്കാൻ പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരത് എന്ന പേര് നിരവധി തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു മെമ്മോറിയൽ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് സംബന്ധിച്ച ചർച്ചകൾക്കായി മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി യോഗത്തിലെ നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്യും. രാജ്യസഭാ സീറ്റ് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സൂചന. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും മാവേലിക്കരയിൽ CA അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയുമാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുൻകാലങ്ങളിൽ പിന്തുടർന്നുവന്ന പാരമ്പര്യ രാഷ്ട്രീയത്തിനും നയസ്തംഭന രീതികൾക്കും BJP സർക്കാർ അറുതി വരുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ TV ചാനലിന്റെ ഗ്ലോബൽ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്.
രാജ്യത്തെ ജനങ്ങളുടെ ശക്തിയും പ്രോത്സാഹനവും കൊണ്ടുമാത്രമേ ഇന്ത്യയ്ക്ക് വലിയ കുതിച്ചുചാട്ടം നടത്താനാകൂ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ കാഴ്ചപ്പാടിലും ആത്മവിശ്വാസത്തിലും സദ്ഭരണത്തിലും ഉൾപ്പെടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചതായി ശ്രീ മോദി പറഞ്ഞു. നിത്യഹരിതമായ ഒട്ടനവധി ഗസലുകളിലൂടെ സംഗീതാസ്വാദകരുടെ മനം കവർന്ന പങ്കജ് ഉധാസ് വിടവാങ്ങി. 73 വയസ്സായിരുന്നു. രോഗബാധയെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് അന്തരിച്ചത്. ഗസലുകളെ സ്നേഹിച്ച് ഗസൽ വഴികളിലൂടെ ഒഴുകി നീങ്ങിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കജ് ഉധാസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഒരു റിപ്പോർട്ട്. ചിട്ടി ആയി ഹൈ ആയി ഹൈ ചിട്ടി ആയി ഹൈ ചിട്ടി ആയി ഹൈ ആയി ഹൈ ചിട്ടി ആയി ഹൈ. സമാനതകളില്ലാത്ത ശബ്ദവും ഗസലുകളും ഈ സംഗീതയാത്രയെ വേറിട്ടതാക്കി. 80കളിൽ പുറത്തിറങ്ങിയ ഗസൽ ആൽബം ആഹത്തിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യനാകുന്നത്. നാം എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായകനായി ബോളിവുഡിൽ ചുവടുറപ്പിച്ചു. ചിട്ടി ആയി ഹേ എന്ന ഒരൊറ്റ പ്രണയഗാനത്തിലൂടെ വ്യത്യസ്ത തലമുറകളെ തന്നെ തന്റെ ആരാധകരാക്കി മാറ്റി. ഗൃഹാതുര സ്മരണകളിലേക്ക് ആസ്വാദകരെ കൈപിടിച്ച് നയിക്കുന്ന ഈ രീതിയിലുള്ള ഒരു ഗാനം ഇന്ത്യൻ സംഗീത രംഗത്ത് വേറെയില്ല. അവിസ്മരണീയമായ മെലഡികൾ അദ്ദേഹത്തിന്റെ സംഗീതയാത്രയ്ക്ക് കരുത്തുകൂട്ടി. ചാന്ദി ജേസെ പങ്ഹ, ഏക് തരഫ് ഉസ്കാ ഘർ തുടങ്ങിയവ അദ്ദേഹം ആലപിച്ച വിഖ്യാത ഗസലുകളാണ്. 2006 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വീഡന്റെ നാറ്റോ പ്രവേശനത്തിന് ഹംഗേറിയൻ പാർലമെന്റ് അംഗീകാരം നൽകി. ഇതോടെ സ്വീഡന്റെ സുരക്ഷാ നയമാറ്റം പൂർത്തീകരിക്കാനുള്ള മാസങ്ങളുടെ കാലതാമസം അവസാനിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ ഹംഗേറിയൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ആയുധ കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ലെബനനിലെ ബെക്ക താഴ്വരയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ 2 ഹെസ്ബെല്ല അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഹെസ്ബെല്ല സംഘടന ഇസ്രായേലിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ ആസ്ഥാനത്ത് ഹെസ്ബെല്ല റോക്കറ്റ് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. റാഞ്ചിയിൽ നടന്ന 4ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3-1 പരമ്പര സ്വന്തമാക്കിയത്. 2ാം ഇന്നിംഗ്സിൽ 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്ത്യയ്ക്കു വേണ്ടി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടി. പരമ്പരയിലെ അവസാന മത്സരം അടുത്ത മാസം 7-ന് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കും. ഇന്നലെ നടന്ന വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് UP വാരിയേഴ്സിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ബംഗളൂരുവിലായിരുന്നു മത്സരം. 14.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്ത് ഡൽഹി ക്യാപിറ്റൽസ് 120 റൺസ് എന്ന വിജയലക്ഷ്യം മറികടന്നു. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ജയിൻസിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. സന്തോഷ് ട്രോഫിയിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ മിസോറാം ഡൽഹിയെയും റെയിൽവേസ് മഹാരാഷ്ട്രയെയും പരാജയപ്പെടുത്തി. നിലവിലെ ചാമ്പ്യന്മാരായ കർണാടകയെ മണിപ്പൂർ എതിരില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി. നാളെ കേരള FC അരുണാചൽ പ്രദേശുമായി ഏറ്റുമുട്ടും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ 2ാം ഘട്ടം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പനവിള, മുടവൻ മുകൾ എന്നിവിടങ്ങളിൽ പര്യടനം നടക്കും. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ഇന്നത്തെ പര്യടനം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ഫീൽഡ് ഓഫീസ് സംഘടിപ്പിക്കുന്ന 5 ദിവസത്തെ സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടിക്ക് കാസർഗോഡ് ചെർക്കളയിൽ തുടക്കമായി. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ആധാർ തിരുത്തൽ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഫോട്ടോ പ്രദർശനം തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെയാണ് പ്രദർശനം. ഇടുക്കി മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷൻ സ്വദേശി സുരേഷ് കുമാർ എന്ന മണി ആണ് മരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കൊല്ലപ്പെട്ട മണി. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എസക്കി രാജ, ഭാര്യ റെജീന എന്നിവർക്ക് പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് VSSCയിൽ 1800 കോടി രൂപയുടെ ബഹിരാകാശ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. BJP പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലെ മധുരയിൽ ഓട്ടോമോട്ടീവ് മേഖലയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകരെ അഭിസംബോധന ചെയ്യും. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അന്തരിച്ച ഗസൽ മാന്ത്രികൻ പങ്കജ് ഉധാസിന് അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസ് UP വാരിയേഴ്സിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.